ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതും 1995 എറണാകുളം മാതാനഗർ പള്ളിയിൽ വെച്ച് വിറ്റുപേരം നടത്തിയ ബൈബിൾ ക്ലാസ്സിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളാണ്. ഈശോയുടെ വചനങ്ങളെ നമ്മൾ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു ഹൃദയമുണ്ട്. ആ ഹൃദയത്തെ നമുക്ക് ആദ്യമേ ഒരുക്കാം. ഈശോ പറയുന്നുണ്ട് ലൂക്കയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 12 തൊട്ട് 15 വരെയുള്ള വചനത്തിൽ പല സ്ഥലത്ത് വീണ വിത്തുകളെക്കുറിച്ച്. എന്നിട്ട് കർത്താവ് പറയാണ്, ഈ വിത്ത് ദൈവവചനമാണ്. ഈ വചനം പല സ്ഥലത്ത് വീഴും. നമ്മുടെ ഹൃദയത്തിൽ വീഴുമ്പോൾ നമ്മൾ പല തരത്തിലുള്ള ജനമാണ്. നമ്മളിൽ വീഴുന്ന ഈ വചനമാകുന്ന വിത്തുകൾ ഏതു തരം ഫലമാണ് പുറപ്പെടുവിക്കേണ്ടത് എന്ന് വചനം നമ്മളോട് പറയുന്നുണ്ട്. അതിൽ 15-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, നല്ല നിലത്ത് വീണതോ വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നതാണ്. നല്ല നിലത്ത് വീണ വിത്ത്. ഈ നല്ല നിലം എന്ന് കർത്താവ് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഹൃദയമാണ്. വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നതാണ്. ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയം. ആ ഒരു ഹൃദയത്തിൽ മാത്രമേ വചനത്തിന് വസിക്കുവാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിന് വന്ന് വസിക്കുവാൻ സാധിക്കുന്ന ഹൃദയമാണ് നിർമ്മലവും ഉത്കൃഷ്ടവുമായ ഹൃദയം. മറ്റു പല വ്യക്തികളിൽ വീഴുന്ന ദൈവവചനങ്ങൾ എന്തു പറ്റും? പാറമേൽ വീണത് വചനം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നവരാണ്. എങ്കിലും അവർക്ക് വേരുകളില്ല. അവർ കുറേ നാളത്തേക്ക് വിശ്വസിക്കുന്നു, എന്നാൽ പ്രലോഭനങ്ങളുടെ സമയത്ത് അവർ വീണു പോകുന്നു. മുള്ളുകൾക്കിടയിൽ വീണത് വചനം കേൾക്കുന്നെങ്കിലും ജീവിതക്ലേശങ്ങൾ, സമ്പത്ത്, സുഖഭോഗങ്ങൾ എന്നിവ വചനത്തെ ഞെരുക്കിക്കളയുന്നത് കൊണ്ട് ഫലം പുറപ്പെടുവിക്കാത്തവരാണ്. ഈശോ ഈ ഉപമയുടെ വിശുദ്ധീകരണം ശിഷ്യന്മാർക്കാണ് വെളിപ്പെടുത്തുക. അപ്പോൾ നമുക്കും ഈ ഒരു നല്ല നിലത്ത് വീണ വിത്താകുവാൻ, ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയം നമ്മളിൽ ഉണ്ടായിരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 3:20 മുതലുള്ള തിരുവചനത്തിൽ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, നമ്മുടെ ഹൃദയം നമ്മെ കുറ്റപ്പെടുത്തുന്നെങ്കിൽ തന്നെ ദൈവം നമ്മുടെ ഹൃദയത്തേക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനുമാകിയാൽ അവിടുത്തെ സന്നിധിയിൽ നാം സമാധാനം കണ്ടെത്തും. പ്രിയപ്പെട്ടവരെ, ഹൃദയം നമ്മെ കുറ്റപ്പെടുത്തുന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെ മുൻപിൽ നമുക്ക് ആത്മധൈര്യമുണ്ട്. നാം ആവശ്യപ്പെടുന്നതെന്തും അവിടുന്ന് നമുക്ക് നൽകുകയും ചെയ്യും. കാരണം നമ്മൾ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും അവിടുത്തേക്ക് പ്രീതിജനകമായത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം പരസ്പരം സ്നേഹിക്കുകയും ചെയ്യണം. ഇതാണ് അവൻ്റെ കൽപ്പന. അപ്പോൾ ഇതിൽ ദൈവം നമ്മളോട് പറയുകയാണ്, നമ്മുടെ മനസ്സാക്ഷി നമ്മളെ കുറ്റപ്പെടുത്തുന്നില്ല എങ്കിൽ കർത്താവിനോട് നമ്മൾ ചോദിക്കുന്നത് എന്തും അവിടെ നമുക്ക് നൽകും. കാരണം നമ്മൾ അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവരായി മാറുകയാണ്. ഈ കൽപ്പനകൾ പാലിക്കുമ്പോഴാണ് നമുക്ക് ശുദ്ധ മനസ്സാക്ഷി കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കുക. നല്ല നിലത്ത് വീണ വിത്ത്, ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയം നമുക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുന്നത് എപ്പോഴാണ്? ഈ ശുദ്ധ മനസ്സാക്ഷി നമ്മൾ പാലിക്കുമ്പോഴാണ്. വചനം ശ്രവിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുവാൻ. കാരണം ഈശോ നമ്മളിൽ വരണമെങ്കിൽ നമ്മൾ കർത്താവിന് വേണ്ടി കാത്തിരിക്കണം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ദിവസങ്ങളായിരുന്നു. ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുന്നത് നമ്മൾ തീഷ്ണമായിട്ട് അഭിലഷിക്കുമ്പോഴാണ്. അപ്പോൾ ദൈവരാജ്യം എന്ന് പറയുമ്പോൾ ഒരു തീഷ്ണത നമ്മളിലുണ്ടാകണം. അതിനാണ് കർത്താവ് നമുക്കൊരു പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടി ദൈവത്തെ സ്നേഹിക്കണം എന്ന് കർത്താവ് നമ്മളോട് പറയുക. അപ്പോഴാണ് നമ്മളിലേക്ക് ആ ദൈവവചനം വന്ന് വസിക്കുക. കർത്താവിൻ്റെ വചനം നമ്മളിൽ വസിക്കുമ്പോൾ നമുക്ക് ചോദിക്കുന്നത് എന്തും തരുവാൻ അവിടുന്ന് സന്നദ്ധനാകുകയാണ്. കാരണം വചനം നമ്മിൽ വസിച്ചാൽ നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നത് എന്താണ്? അത് പരിശുദ്ധാത്മാവിനെയാണ്. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം കർത്താവ് ചോദിക്കുന്നുണ്ട്,
മകൻ മീനിനെ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുന്ന പിതാക്കന്മാരുണ്ടോ എന്ന് ചോദിക്കുക. മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകുവാൻ നിങ്ങൾക്കറിയാമെങ്കിൽ നമ്മൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 9-10 തിരുവചനത്തിൽ പറയുന്നുണ്ട്, ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. 9-ാം തിരുവചനത്തിൽ പറയുകയാണ്, മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടോ? അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി നന്മകൾ നൽകും. എത്രയധികമായി ദൈവം നമുക്ക് നന്മകൾ നൽകും. അപ്പോൾ നമുക്ക് ഏതാണ് കൊടുക്കേണ്ടത്, ഏതാണ് നൽകേണ്ടത് എന്നുള്ള കാര്യം ദൈവത്തിനാണ് അറിയുക. നമ്മൾ ദൈവത്തോട് അപ്പം ചോദിച്ചാൽ ദൈവം ഒരിക്കലും നമുക്ക് തിരിച്ച് നമ്മുടെ ഇഷ്ടപ്രകാരം പലതും തരാത്തതിൻ്റെ കാരണം പാമ്പിനെ നമുക്ക് തരികയില്ല. കാരണം അത് തിന്മയായിട്ടുള്ളതാണെന്ന് ദൈവത്തിനറിയാം. നമ്മൾ ചോദിക്കുന്നത് ചിലപ്പം പാമ്പിനെ ആയിരിക്കും, പക്ഷെ ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ അത് നന്മയാണോ തിന്മയാണോ എന്നാണ്. നമ്മൾ ചോദിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ലഭിച്ചില്ല എങ്കിൽ നമ്മൾ അസ്വസ്ഥരാകുന്നുണ്ട്. നമ്മൾ പിന്നെ പ്രാർത്ഥനാ ജീവിതമേ നിർത്തിക്കളയുന്ന നമ്മളിൽ പലരുമുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൽ 3-ാം തിരുവചനത്തിൽ പറയുകയാണ്, ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്തുവാൻ നിങ്ങൾ തിന്മയായിട്ടുള്ളത് ചോദിച്ചത് കൊണ്ടാണ്. നമ്മുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്തുവാൻ നമ്മൾ തിന്മയായിട്ടുള്ളത് ചോദിക്കുമ്പോഴാണ് കർത്താവിൽ നമുക്ക് പലതും ലഭിക്കാത്തത്. തിന്മയായി നമുക്ക് ഭവിക്കും എന്ന് ദൈവത്തിന് അറിയാമായതുകൊണ്ട് അവിടുന്ന് നന്മയായിട്ടുള്ളത് നമ്മളെ ശാസനങ്ങളിലൂടെയും ശിക്ഷണങ്ങളിലൂടെയും വളർത്തിക്കൊണ്ട് ഏറ്റവും വിശുദ്ധമാക്കി മാറ്റും. അത് സ്വീകരിക്കുവാനുള്ള ഒരു സന്നദ്ധത നമ്മൾ വരുമ്പോഴാണ് നമ്മളെ ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഒരു ഹൃദയം നമ്മളിലുണ്ടാകുക. കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നമ്മൾ അവിടുത്തെ ഇഷ്ടപ്രകാരം നടക്കുമ്പോൾ ചോദിക്കുന്നത് എന്തും അവിടെ നമുക്ക് തരും. കാരണം ദുരാശകൾ നമ്മളുടെ ഹൃദയത്തിൽ ഉണ്ടാകുകയില്ല, നന്മയായിരിക്കും നമുക്കുണ്ടാകുക. പരിശുദ്ധാത്മാവിനെ ആയിരിക്കും നമ്മൾ ചോദിക്കുക. ബാക്കിയുള്ളവയെല്ലാം അതോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെടും എന്ന് ഈശോയുടെ ഒരു വാഗ്ദാനമുണ്ട്. തീർച്ചയായിട്ടും ഈശോ നമുക്കത് സാധിച്ചു തരും. അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ആ നിർമ്മല ഹൃദയത്തോടെ ഈശോയുടെ ആ വചനങ്ങൾ ഹൃദയത്തിലാക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ഒറ്റ വചനം നമ്മുടെ ഹൃദയത്തെ സ്പർശിച്ചാൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് ആ വചനവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുവാൻ സാധിക്കും. അപ്പോൾ നമ്മളും ഓർക്കത്ത് വചനമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏറ്റവും സ്പർശിക്കുന്നത്. അതിനോട് നമ്മളെപ്പോഴും കൂട്ടിച്ചേർന്ന് നിൽക്കണം. നമ്മൾ മാതാ നഗറിൽ വെച്ച് വിറ്റുബേർ നടത്തിയ ബൈബിൾ ക്ലാസ് കേട്ടുവരികയായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ കണ്ടു, സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ആത്മീയ ശക്തി കിട്ടും. നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങൾ ശ്രവിക്കാം. സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ ആത്മീയ ശക്തി കിട്ടും. ചിലപ്പോൾ പ്രയാസങ്ങൾ, മക്കളുടെ, ഭാര്യയുടെ, ഭർത്താക്കന്മാരുടെ, കുടുംബത്തിലെ അസ്വസ്ഥതകൾ, ശത്രുപീഡനം ഇവയെല്ലാം വരുമ്പോൾ ഈ സമയത്ത് ആത്മീയ ശക്തി കിട്ടുവാനായി സങ്കീർത്തനം 27 എടുത്ത് വായിക്കണം. മനുഷ്യൻ ബലഹീനനാണ്. മത്തായി 26:41. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. യെശയ്യാ 41:14. മനുഷ്യൻ പുഴുവിന് തുല്യമാണ്. യെശയ്യാ 2:22. മനുഷ്യൻ ഒരു നിശ്വാസം മാത്രമാണ്. ഈ അവസ്ഥയിലുള്ള നാം കർത്താവിനെ ആശ്രയിക്കണം. അതിനാണ് സങ്കീർത്തനങ്ങൾ വായിക്കുന്നത്. രാത്രിയിലിരുന്ന് സങ്കീർത്തനം 119 വായിക്കുക. കുറച്ചുനാൾ കഴിയുമ്പോൾ ജ്ഞാനത്തിലേക്ക്, ആത്മീയ ചൈതന്യത്തിലേക്ക് നാം കടക്കും. അപ്പോഴാണ് വിവേചനാപരം, വിവേചനശക്തി ഇവ ലഭിക്കുന്നത്. സങ്കീർത്തനം 119 ഓരോ വചനവും ധ്യാനിക്കണം. ഒരു ദിവസം 10 വചനം ധ്യാനിക്കണം. യോഹന്നാൻ 12:24. ഗോതമ്പ് മണി അതുപോലെ ഇരുന്നാൽ അത് അതേപോലെ തന്നെ ഇരിക്കും. പക്ഷേ അത് അഴുകാൻ തുടങ്ങിയാലോ വളരെയേറെ ഫലം പുറപ്പെടുവിക്കും. മർക്കോസ് 4:26-29 വരെയുള്ള വചനത്തിൽ അറിയാതെ തന്നെ ആത്മാവിൽ നാം വളർന്നുകൊണ്ടിരിക്കും. ആദ്യത്തെ 4 വർഷം ഭയങ്കര സംശയമായിരിക്കും.
4 കൊല്ലം കഴിയുമ്പോൾ കൃപയിലായി. യോഹന്നാൻ 10:34-35 തിരുവചനത്തിൽ ഈശോയുമായിട്ട് നമ്മൾ ഒന്നായി തീരുകയാണ്. ലോകം മുഴുവനും പോയി കർത്താവിനെ കൊടുക്കും. റോമ 15:14-21 വരെ, എഫേസസ് 2:20-22. അനേകരെ മാനസാന്തരപ്പെടുത്തുവാനായി അപ്പസ്തോലനായിട്ട് ദൈവം നിങ്ങളെ അയക്കുകയാണ്. അതിനായി 4 വർഷം ദൈവം നിങ്ങളെ ഒരുക്കും. വിശുദ്ധ ഗ്രന്ഥം കൊണ്ട് ശുദ്ധീകരിച്ച് വചനം ഹൃദയത്തിലാക്കും. സംശയങ്ങളെല്ലാം വചനം കൊണ്ട് തന്നെ ദൈവം മാറ്റിത്തരും. ഏതെടുത്താലും വചനമുണ്ട്. യെശയ്യാ 34:16 കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക. അവയിലൊന്നും കാണാതിരിക്കുകയില്ല, അവയ്ക്ക് ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. വിശുദ്ധരെ നാം അനുകരിക്കണം. എല്ലാ വിശുദ്ധരും നടന്നത് യേശു നടന്ന അതേ വഴിയിലൂടെയാണ്. 1 യോഹന്നാൻ 2:1-6 വരെ. വിശുദ്ധ അന്തോനീസ്, വിശുദ്ധ അഗസ്റ്റിൻ, ഇതുപോലെ അറിയപ്പെടാത്ത അനേകം വിശുദ്ധരുണ്ട്. അവരെല്ലാം അനുകരിക്കുമ്പോൾ നാം ആ വഴിയിലേക്ക് വരുന്നു. വിശുദ്ധ പത്രോസിനെയും വിശുദ്ധ പൗലോസിനെയും ദൈവം ശക്തനായ അപ്പസ്തോലന്മാരാക്കി മാറ്റി. മത്തായി 19:12 3 തരത്തിലുള്ള ബ്രഹ്മചര്യമുണ്ട്. ഇതിൽ ഒന്ന് ദൈവത്തിന് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കുവാനാണ്. ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ കൂടുതൽ മക്കളുണ്ടാകും. യെശയ്യാ 54:1-2, ഗലാത്തി 4:27. അതാണ് പറയുന്നത്, അല്ലയോ പ്രസവിക്കാത്ത വന്ധ്യയെ പാടി ആർക്കുക, പ്രസവവേദന അനുഭവിക്കാത്തവളെ ആഹ്ലാദത്തോടെ കീർത്തനം ആലപിക്കുക. ഏകാകിനിയുടെ മക്കളാണ് ഭർത്തൃമതികളുടെ മക്കളേക്കാൾ അധികം. യെശയ്യാ 49:1-26 വരെയും യെശയ്യാ 51:1-23 വരെ. ഈ 2 വചനങ്ങൾ ഒന്നിച്ചു വായിക്കണം. കാരണം യെശയ്യാ പ്രവാചകൻ പറയുന്നത് ഈശോയെ പറ്റിയാണ്. നമ്മൾ കൃപയിൽ വരുമ്പോൾ യെശയ്യാ പ്രവാചകൻ പറയുന്നത് നമ്മെപ്പറ്റി തന്നെയാണ് എന്ന് നമുക്ക് അനുഭവപ്പെടും. കർത്താവിൻ്റെ ദാസൻ എന്ന് പറഞ്ഞാൽ അത് ഈശോയാണ്, ദൈവത്തിൻ്റെ പുത്രനാണ്. ആ ദാസൻ നമ്മളിലുമുണ്ട്. കൃപകളെല്ലാം ദൈവം നമുക്ക് തരും. ആദ്യം കൃപ വരണം. ഈ കൃപ ശക്തമായിട്ട് വരും. അപ്പോസ്തല പ്രവർത്തനം 6:8 സ്തേഫാനോസ് കൃപയും ശക്തിയും കൊണ്ട് നിറഞ്ഞു. നാം ഈശോയെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ശക്തിയിലേക്ക് വരും. അത് ആത്മാർത്ഥ ഹൃദയത്തോടെ ആയിരിക്കണം. കർത്താവിന് ആവശ്യം മത്തായി 5:8 ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. ഒരു ഇവാഞ്ചലിസ്റ്റ് എപ്പോഴും ശുദ്ധ മനസ്സാക്ഷി പാലിച്ചിരിക്കണം. ഒരാളോടും വിദ്വേഷം ഉണ്ടാകാൻ പാടില്ല. അപ്പസ്തോല പ്രവർത്തനം 23:1 അപ്പസ്തോല പ്രവർത്തനം 24:16 വിശുദ്ധ പൗലോസ് പറയുന്നു, ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും നേർക്ക് എല്ലായ്പ്പോഴും ശുദ്ധ മനസ്സാക്ഷി ഞാൻ പാലിച്ചിരുന്നു. ഈ ശുദ്ധ മനസ്സാക്ഷി നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ വ്യത്യസ്തപ്പെട്ട അരൂപിയിലേക്ക് മാറുന്നത്. അതാണ് പറയുന്നത്, എല്ലാവരെയും കൊണ്ട് തലയിൽ കൈവെപ്പിക്കരുത്. നമ്മുടെ ബന്ധനങ്ങൾ നമ്മൾ അറിയുകയില്ല. 2 കൊരിന്തോസ് 11:4 ഗലാത്തി 1:6-10 വരെയുള്ള വചനത്തിലും. മറ്റൊരു അരൂപിയായി മാറുന്നത് നമ്മൾ അറിയുകയില്ല. 1 തിമോത്തി 4:1-2 മനസ്സാക്ഷി നഷ്ടപ്പെട്ട് അവർ പല പ്രബോധനങ്ങളിലേക്ക് പോകും. കപടാരൂപിയുണ്ട്, കപട പ്രബോധനമുണ്ട്, പിശാചിൻ്റെ പ്രബോധനം, ഇങ്ങനെ പല തരത്തിലുമുണ്ട്. ഇങ്ങനെ പലതിലേക്കും പോകും. അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കും. മത്തായി 24:22-24 വരെ, 2 പത്രോസ് 1:1-3 വരെ. വ്യാജ പ്രബോധകർ നമ്മുടെ ഇടയിൽ നിന്നുമാണ് വരുന്നത്. ഇതെല്ലാം കണ്ടുപിടിക്കണമെങ്കിൽ വിവേചനാവരം ആവശ്യമാണ്. 1 കൊരിന്തോസ് 12:10 ലോകത്തിൽ എവിടെ പോകണമെങ്കിലും ശക്തമായ വിവേചനാവരം ആവശ്യമാണ്. വിവേചനാവരം ലഭിക്കണമെങ്കിൽ 4 വർഷം ദാനിയേൽ 12:12 പറയുന്നത് പോലെ 1335 ദിവസം വിശുദ്ധി പാലിക്കണം. മറ്റുള്ളവർ ഇത് ബുദ്ധിയിലാണ് കാണുന്നത്. അതാണ് കർത്താവ് ഉപമകളിലൂടെ പറയുന്നത്. ലൂക്ക 13:6-9 വരെ. ഒരു അത്തിമരം വച്ചുപിടിപ്പിച്ചു, 3 വർഷം വളമിട്ടു, എന്നിട്ടും ഫലം ഒന്നും കണ്ടില്ല. 1 വർഷം കൂടി അവധി കൊടുത്തു, എന്നിട്ടും ഒന്നും കണ്ടില്ലെങ്കിൽ വെട്ടി തീയിലിടും. അതാണ് മത്തായി 25:29, മർക്കോസ് 4:25, ലൂക്ക 8:18. ഉള്ളവന് വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതും കൂടി എടുത്ത് ഉള്ളവന് കൊടുക്കും. നമ്മുടെ ഇടയിൽ കൂടുതൽ പ്രവർത്തിക്കുന്നവർക്ക് കർത്താവ് കൂടുതൽ കൃപ കൊടുത്തുകൊണ്ടിരിക്കും. പീഡനം ഏൽക്കുന്നവർക്ക് വീണ്ടും കൃപ കിട്ടും.
1 പത്രോസ് 2:19 അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമാകും. മറ്റുള്ളവർ പറയുന്നത് കേട്ട് അനേകർ നമ്മെ പീഡിപ്പിക്കും. ആദ്യത്തെ പീഡനം നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തന്നെയായിരിക്കും. അതും നമ്മൾ സ്വീകരിക്കണം. അത് കഴിയുമ്പോൾ അവർ മാനസാന്തരപ്പെടും. കർത്താവിൻ്റെ കൃപയിൽ വരുമ്പോൾ കർത്താവിൻ്റെ പ്രവർത്തനം ഇങ്ങനെയാണ്. അപ്പോസ്തല പ്രവർത്തനം 5:38-39 ദൈവത്തിൽ നിന്ന് തുടങ്ങിയതെല്ലാം നിലനിൽക്കും, ഒരിക്കലും അസ്തമിക്കുകയില്ല. യോഹന്നാൻ 8:51 നമ്മിൽ വചനം നിലനിന്നാൽ ഒരിക്കലും നാം മരിക്കുകയില്ല. ഉദാഹരണം, ഒരു അന്ധകാര ശക്തിയെ ബന്ധിച്ചിട്ട് കർത്താവിൻ്റെ കാലിൽ പോയി വീഴുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വചനം നിങ്ങളിൽ ആരിലുണ്ടോ അവരുടെ കാലിൽ ആയിരിക്കും വന്ന് വീഴുന്നത്. യാക്കോബ് 2:19 നിങ്ങളിൽ ആരിലാണ് കൂടുതൽ വചനമുള്ളതെന്ന് പിശാചിനറിയാം. ഇതാണ് ആത്മീയ രഹസ്യം. മർക്കോസ് 1:24 മത്തായി 8:29 ഈശോ ദൈവപുത്രനാണ് എന്ന് പിശാച് വിളിച്ചു പറയുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 19:11-22 വരെ സ്കേവായുടെ പുത്രന്മാർക്ക് സംഭവിച്ചത് എന്താണ്? അശുദ്ധാത്മാവ് ആവസിച്ചിരുന്ന ആ മനുഷ്യൻ പറയുകയാണ്, യേശുവിനെ എനിക്കറിയാം, പൗലോസിനെയും എനിക്കറിയാം, എന്നാൽ നിങ്ങൾ ആരാണ്? അപ്പോൾ വസ്ത്രമെല്ലാം എറിഞ്ഞ് അവർ ഓടേണ്ടി വന്നു. അപ്പോൾ നമ്മൾ കേൾക്കുകയായിരുന്നു. സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾക്ക് ആത്മീയ ശക്തി ലഭിക്കും. പ്രത്യേകിച്ച് രാത്രിയുടെ യാമങ്ങളിലിരുന്ന് ആ സങ്കീർത്തനങ്ങൾ ധ്യാനിക്കുമ്പോഴാണ് ദൈവിക രഹസ്യങ്ങൾ, അതുപോലെ തന്നെ വിവേചനപരം, വിവേചന ശക്തി, ദൈവത്തിൻ്റെ ജ്ഞാനം ഇവയെല്ലാം നമുക്ക് ലഭിക്കുക. സങ്കീർത്തനങ്ങളിലെ ഏറ്റവും വലിയ അധ്യായമാണ് സങ്കീർത്തനം 119. അതിലെ 10 വചനം വെച്ച് നമ്മളിരുന്ന് ധ്യാനിക്കുമ്പോൾ അതിൽ നിന്ന് അനേക കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി കിട്ടും. യോഹന്നാൻ 12:24 ഈശോ പറയുകയാണ്, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഏറെ ഫലം പുറപ്പെടുവിക്കും. ഈശോയുടെ പീഡാസഹനത്തിൻ്റെ ആരംഭത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 20 മുതലുള്ള തിരുവചനത്തിൽ ഈശോയെ ഗ്രീക്കുകാർ അന്വേഷിച്ചെത്തുകയാണ്. അന്വേഷിച്ചെത്തുമ്പോൾ ഈശോയ്ക്ക് മനസ്സിലാകുകയാണ് താൻ പീഡ അനുഭവിക്കുവാൻ സമയമായി, ഈ ലോകത്തിൽ നിന്ന് പോകുവാനുള്ള സമയമായി. അപ്പോഴാണ് ഈശോ ഈ വചനം പറയുകയാണ്, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ല എങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ അത് ധാരാളം ഫലം പുറപ്പെടുവിക്കും. ഈ അഴിച്ചിലാണ് കർത്താവ് നമ്മളിൽ നിന്നും ആവശ്യപ്പെടുക. ഓരോ സമയത്തും നമ്മളിലെ പാപമാകുന്ന ദുഷ്ടതകൾ അഴിഞ്ഞ് ഇല്ലാതാകുമ്പോഴാണ് ദൈവം നമ്മളിൽ വന്ന് വസിക്കുക. അപ്പോഴാണ് നമ്മൾ ഗോതമ്പ് മണി നമ്മളിൽ നിന്ന് മുളയ്ക്കാൻ തുടങ്ങുക. ദൈവത്തിൻ്റെ ചൈതന്യം നമ്മളിൽ നിന്ന് ഉണ്ടാകുന്നത് എപ്പോഴാണ്? നമ്മൾ കുറഞ്ഞില്ലാതാകുമ്പോഴാണ്. അത് അങ്ങനെ തന്നെ നമ്മൾ എത്ര വചനം ശ്രവിച്ചാലും നമ്മുടെ ഹൃദയം തുറക്കുവാൻ നമ്മൾ തയ്യാറാകുന്നില്ല എങ്കിൽ, നമുക്കെപ്പോഴും ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ, നമുക്ക് ദൈവത്തെ ചോദ്യം ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി മാത്രമേ നമ്മളിലുള്ളൂ എങ്കിൽ നമുക്ക് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ താഴുക. ഈശോയുടെ മുമ്പിൽ നമ്മൾ എളിമപ്പെടും തോറും കർത്താവ് നമ്മളെ ഉന്നതങ്ങളിലൂടെ കൊണ്ടുപോകുന്നുണ്ട്. പ്രഭാഷ്യൻ 3:18 നമ്മൾ വായിക്കുന്നുണ്ട്, നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക, അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും. കർത്താവിൻ്റെ കൃപയ്ക്ക് നമ്മൾ പാത്രമാകുന്നത് ഈ എളിമപ്പെടലിലൂടെയാണ്, ഈ വിനീതമാക്കപ്പെടുന്നതിലൂടെയാണ്, ഈ ഒറ്റപ്പെടുത്തലിലൂടെയാണ്. ഈശോയുടെ വചനം നമ്മൾ ഓരോന്നും അനുസരിക്കുമ്പോൾ കർത്താവ് നമ്മളിലൂടെയാണ് ഫലം പുറപ്പെടുവിക്കുക. അങ്ങനെയാണ് നമ്മളിൽ ദൈവത്തിൻ്റെ വചനം വളർന്ന് വ്യാപിക്കുക. ഈശോയുടെ ഓരോ വചനങ്ങളും നമ്മൾ അനുസരിക്കുമ്പോൾ ഈശോ പറയുന്നുണ്ട് യോഹന്നാൻ 10:34-35 തിരുവചനത്തിൽ, ദൈവവചനം ആരുടെ അടുക്കിലേക്ക് വരുന്നുവോ അവരെ ദൈവങ്ങൾ എന്നവൻ വിളിച്ചു. ഈശോയുടെ ഈ വചനം നമ്മളിൽ വരുമ്പോൾ, ആ സത്യത്തെ നമ്മൾ സ്വീകരിച്ച് നമ്മളോട് ചേർക്കുമ്പോൾ ഈശോ നമ്മളിൽ വന്ന് വസിക്കുകയാണ്. ഈശോയുടെ വചനങ്ങൾ നമ്മൾ ഹൃദയത്തിൽ ആക്കി കഴിയുമ്പോൾ ഏറ്റവും ആദ്യം നമ്മളെ തിരിച്ചറിയുന്നത് സാത്താനാണ്. യാക്കോബ് 2:19 അവനെല്ലാ രഹസ്യങ്ങളും അറിയാം. അപ്പോൾ ഈശോയിൽ നമ്മൾ വളരണമെങ്കിൽ ഒരു 4 വർഷമെങ്കിലും നമ്മൾ ഈശോയുടെ വചനത്തിനോട് കൂടി ആയിരിക്കണം. കൂദാശകളോട് കൂടി ആയിരുന്നിട്ട് നല്ലതായിട്ട് നമ്മൾ ഉറപ്പുള്ളവരായിരിക്കണം.
ഈ വചനത്തിൽ നമ്മൾ ധ്യാനിച്ചിരിക്കുകയാണെങ്കിൽ ഈ വചനങ്ങളിലൂടെ തന്നെ കർത്താവ് നമ്മളെ കടത്തിക്കൊണ്ട് പോകും. ഓരോ തിന്മയുടെ ശക്തികളെയും അതുപോലെ നമ്മളുടെ ജീവിതത്തിൻ്റെ ഓരോ സ്റ്റേജുകളിലൂടെയും ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത് ഈ കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ അടയിരിക്കുമ്പോഴാണ്. പരിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ്. ആ 4 വർഷം നമ്മൾ വിശുദ്ധി പാലിക്കുമ്പോഴാണ് ഈശോയ്ക്ക് ശക്തമായി നമ്മളിലൂടെ പ്രവർത്തിക്കുവാൻ സാധിക്കുക. അപ്പം അതിനുശേഷം പറയുന്നുണ്ട്, വിശുദ്ധരെ നമ്മൾ അനുകരിക്കണം. അവരെല്ലാവരും വന്നത് ഈശോ നടന്ന അതേ വഴിയിലൂടെയാണ്. 1 യോഹന്നാൻ 2:1-6 വരെയുള്ള വചനത്തിൽ പറയുന്നുണ്ട്, ഈശോയിൽ ആണ് എന്ന് പറയുന്നവൻ ഈശോ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. ആ വഴിയിലൂടെയാണ് അവർ നടക്കപ്പെട്ട് കഴിയുമ്പോൾ അവരിൽ ദൈവാത്മാവ് വന്ന് വസിക്കുകയാണ്. വിശുദ്ധ പത്രോസിനെയും പൗലോസിനെയും ദൈവം ശക്തരായ അപ്പസ്തോലന്മാരാക്കി മാറ്റി. മത്തായി 19:12 3 തരത്തിലുള്ള ബ്രഹ്മചര്യമുണ്ട്. ഇതിലൊന്ന് ദൈവത്തിന് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കാനാണ്. ഇങ്ങനെ പ്രവർത്തിക്കുമ്പോഴാണ് കൂടുതൽ മക്കളുണ്ടാകുക. ബ്രഹ്മചര്യത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ച് വിക്ടർ വളരെ ശക്തമായിട്ട് പറയുമായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അരുമ ശിഷ്യനായിരുന്ന ബ്രദർ ഷാജിയിലൂടെ അദ്ദേഹം ഒരു ബ്രഹ്മചര്യയായിരുന്നു. ആ ബ്രഹ്മചര്യത്തിലൂടെ വരുന്ന ആത്മീയ ശക്തി എത്ര വളരെ ശക്തമാണെന്ന് വിക്ടറിന് ആ സമയത്തൊക്കെ ദൈവം കാണിച്ചു കൊടുക്കുകയുണ്ടായി. ശുദ്ധി പാലിച്ചുകൊണ്ട് ബ്രഹ്മചര്യത്തെ സ്വീകരിക്കുമ്പോൾ കർത്താവിൻ്റെ വാഗ്ദാനമാണ്, അനേകം മക്കളെ ദൈവം നമുക്ക് തരും. കാരണം നമ്മൾ ഈശോയുടെ നാമത്തിന് വേണ്ടിയിട്ടാണ് അവരിറങ്ങിത്തിരിക്കുക. ഈശോയുടെ വചനത്തെ സംരക്ഷിക്കുന്നതിനും ദൈവരാജ്യത്തിന് വേണ്ടി ശക്തരായി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രഹ്മചര്യം കാത്തു സൂക്ഷിക്കപ്പെടുക, അഥവാ കന്യാവ്രതം കാത്തു സൂക്ഷിക്കപ്പെടുക. അതിലൂടെ ആത്മീയ ശക്തരായിട്ട് അവർ മാറുകയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ നമ്മൾ സാംസണെക്കുറിച്ച് കാണുന്നുണ്ട്. സാംസൻ്റെ ആത്മീയ ശക്തി നിലനിൽക്കുന്ന പല കാര്യങ്ങളും അതിൽ കാണുന്നുണ്ട്. ആ ആത്മീയ ശക്തിയെ നഷ്ടപ്പെടുത്തുന്ന സാത്താൻ്റെ കുടില തന്ത്രങ്ങൾ നമ്മൾ സാംസണിൽ സംഭവിക്കുന്നത് കാണുന്നുണ്ട്. എവിടെയാണ് ഈ ആത്മീയ ശക്തി ഒളിഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുവാൻ വേണ്ടി ആ സാത്താൻ പല രൂപത്തിൽ വന്ന് സാംസനെ അവസാനം ഒരു സ്ത്രീയിലൂടെ കീഴ്പ്പെടുത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോഴാണ് ആ ദൈവീയ ശക്തി, ദൈവത്തിൻ്റെ ആത്മാവ് സാംസനെ വിട്ടുപോയത്. അപ്പോൾ ഈ ബ്രഹ്മചര്യം എന്ന പുണ്യത്തിൻ്റെ ആന്തരിക അർത്ഥം വളരെ വലുതാണ്. ലോകത്തെ മുഴുവനും ഉൾക്കൊള്ളുവാനുള്ള ഹൃദയം ദൈവം അവർക്ക് കൊടുക്കുകയാണ്. എല്ലാവരും കർത്താവിൻ്റെ മക്കളായി സ്വീകരിക്കുവാനായിട്ട്. അതാണ് യെശയ്യാ 54 പറയുന്നുണ്ട്, അല്ലയോ പ്രസവിക്കാത്ത വന്ധ്യയെ പാടി ആർക്കുക, പ്രസവവേദന അനുഭവിക്കാത്തവളെ ആഹ്ലാദത്തോടെ കീർത്തനം ആലപിക്കുക. ഏകാകിനികളുടെ മക്കളാണ് ഭർതൃമതികളുടെ മക്കളേക്കാൾ അധികം. അത്രമാത്രം വിശാലമായ ഒരു ഹൃദയം ദൈവം അവർക്ക് കൊടുക്കുമ്പോൾ ആ ഹൃദയത്തിലേക്ക് അനേകം ആത്മാക്കൾ വന്ന് ചേക്കേറുകയാണ്. നമുക്കറിയാം, നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികരും നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സുമൊക്കെ അവരുടെ ജീവിതം പരിപൂർണമായിട്ടും ദൈവത്തിൻ്റെ മുൻപിൽ അവർ സമർപ്പിക്കുകയാണ്. അവരുടെ ബ്രഹ്മചര്യവും കന്യാവ്രതവും അത്യുന്നതനായ ദൈവത്തെ പ്രതി അവർ സംരക്ഷിക്കപ്പെടുകയാണ്. അതിലൂടെ ലോകത്തിലെ എല്ലാ ആത്മാക്കളെയും സംരക്ഷിക്കുവാനുള്ള കൃപ ദൈവം അവർക്ക് കൊടുക്കുന്നുണ്ട്. അവരെ അപ്പനായും അമ്മയായും അതുപോലെ തന്നെ നമ്മുടെ എല്ലാമായും നമ്മൾ സ്വീകരിക്കുവാനായിട്ട്, നമ്മളെ ബഹുമാനിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയം തയ്യാറാകുന്നത് എന്തുകൊണ്ടാണ്? ആ ജീവിതം ഈശോയുടെ ജീവിതമാക്കി മാറ്റുവാൻ അവരാഗ്രഹിക്കുമ്പോഴാണ്. ഇതിൽ പറയണ യെശയ്യാ 49:1-26 വരെയും യെശയ്യാ 51:1-23 വരെയുള്ള വചനങ്ങൾ നമ്മൾ ഒന്നിച്ച് വായിക്കണം. ആ വായിക്കുമ്പോഴാണ് അത് വായിക്കുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങൾ ലഭിക്കും എന്ന് അദ്ദേഹം പറയുകയാണ്. നമ്മൾ കൃപയിൽ വരുമ്പോൾ യെശയ്യാ പ്രവാചകൻ പറയുന്നത് നമ്മെപ്പറ്റിയാണ്. അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായത്തിൽ ഒരു ഷണ്ടൻ കർത്താവിൻ്റെ ദാസനെക്കുറിച്ച് വായിക്കുമ്പോൾ അദ്ദേഹത്തിനൊന്നും മനസ്സിലാകുന്നില്ല. അദ്ദേഹം മറ്റൊരു വ്യക്തിയോട് ആ വചനത്തിൻ്റെ അർത്ഥം ചോദിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത് ഈശോയെക്കുറിച്ച് ഉള്ള പ്രവചനങ്ങളാണ് എന്ന്
പ്രവാചകൻ ഈ ഷണ്ടന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈശോയിൽ വരുമ്പോൾ, ഈശോയുടെ പാതകളെ പിന്തുടരുമ്പോൾ, ഈശോ പോയ അതേ വചനങ്ങളിലൂടെ എല്ലാം ഈശോ ഈ വിശുദ്ധരായിട്ടുള്ളവരെ കടത്തിക്കൊണ്ട് പോകും. പീഡാസഹനങ്ങളിലും ഒറ്റപ്പെടുത്തലുകളിലും അപമാനത്തിലും അസ്വസ്ഥതകളിലും എല്ലാം അവർ ഈശോയുടെ പീഡാസഹനങ്ങളിലൂടെ അവർ കടന്നു പോകുന്നവരാണ്. അതുകൊണ്ടാണ് യെശയ്യാ 53 പറയുന്നുണ്ട്, അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു, മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനായിരുന്നു. നമുക്കറിയാം, അനേകം ക്യാൻസർ രോഗികളും അതുപോലെ അനേകം വേദനിക്കുന്ന മക്കളുണ്ട്. ചില അവസരങ്ങൾ അതെല്ലാം അവർ വളരെ സന്തോഷപൂർവ്വം ഈശോയ്ക്ക് സമർപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവരുടെ വേദനകളെ അവർ നന്മയായിട്ടും സ്നേഹമായിട്ടും പുണരുന്നു. ഈശോയുടെ വചനത്തിൽ അവർ ജീവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഈശോയുടെ പീഡാസഹനത്തിലേക്ക് അവരുടെ ജീവിതത്തെ അവർ കൂട്ടിച്ചേർക്കുന്നു. അതിലൂടെ ആ ദൈവത്തിൻ്റെ സൗരഭ്യം അവരിലൂടെ അനേകരിലേക്ക് ദൈവം അയക്കുകയാണ്. അനേകർ അത് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ദൈവത്തെ ഓർക്കുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു എന്ന് നമ്മൾ കാണുന്നു. അതുപോലെ നമ്മൾ കണ്ടു, ശുദ്ധ മനസ്സാക്ഷി പാലിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്ന് ആവസിക്കുന്നത്. ഈ ശുദ്ധ മനസ്സാക്ഷി നമ്മളെ പാലിച്ചില്ല എങ്കിൽ നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ അരൂപിയിൽ നിന്ന്, പരിശുദ്ധാത്മാവിൽ നിന്ന് നമ്മൾ മാറിപ്പോകും. നമ്മൾ എത്ര വലിയവരാണെങ്കിലും ഒരു പാപം നമ്മളിൽ വന്ന് വാസം റപ്പിക്കുവാൻ നമ്മൾ അനുവദിച്ചു കൊടുത്താൽ നമ്മളിലുള്ള ആ ശുദ്ധതയ്ക്ക് നമ്മുടെ കോട്ടം സംഭവിക്കുകയാണ്. പാപം നമ്മളിൽ വസിക്കുമ്പോൾ നമ്മുടെ ശുദ്ധ മനസ്സാക്ഷി നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നമ്മൾ വ്യത്യസ്തപ്പെട്ട ഒരു രീതിയിലേക്ക് പോകും. അതാണ് പൗലോസ്ലീഹ പറയുന്ന വചനം, ഗലാത്യ 1:6-10 വരെ. ശുദ്ധ മനസ്സാക്ഷി നഷ്ടപ്പെട്ടിട്ട് ഈശോയുടെ വചനം വന്ന് പ്രസംഗിച്ചാൽ, പൗലോസ്ലീഹ പ്രസംഗിച്ചാൽ പോലും അത് ശപിക്കപ്പെട്ടതാകട്ടെ എന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധർ എപ്പോഴും കുമ്പസാരത്തിലൂടെ അവർ ആ ശുദ്ധ മനസ്സാക്ഷി പാലിക്കുക. ഓരോ പാപങ്ങളും നമ്മൾ ദൈവത്തിൻ്റെ മുൻപിൽ ഏറ്റുപറഞ്ഞ് കൺഫെഷൻ എടുക്കുമ്പോൾ നമ്മൾ എളിമപ്പെടുകയാണ്. എളിമപ്പെടുമ്പോൾ മാത്രമേ ഈശോയ്ക്ക് വന്ന് നമ്മിൽ വസിക്കുവാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ കർത്താവിൻ്റെ വചനം നമ്മൾ പറയുമ്പോൾ നമ്മൾ ശുദ്ധ മനസ്സാക്ഷി പുലർത്താത്തവരായി മാറുകയാണ്. അതുപോലെ നമ്മൾ കള്ളം പറയുന്നവരായിട്ട് മാറുകയാണ്. നമ്മൾ സഹനങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ ഒക്കെ സ്വീകരിക്കുമ്പോഴാണ് ഓരോ പ്രാവശ്യവും നമുക്ക് കൃപ ലഭിച്ചുകൊണ്ടിരിക്കുക. എല്ലാം ഈശോയുടെ നാമത്തെ പ്രതി സന്തോഷപൂർവ്വം നമ്മൾ എടുക്കുമ്പോൾ അവിടെ എല്ലാം കർത്താവിൻ്റെ ഓരോ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിൽ പറയുന്നുണ്ട്, അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമാകും. ക്ഷമാപൂർവം നമ്മൾ ചെയ്യാത്ത കാര്യത്തിന് വേണ്ടി നമ്മളെ കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തപ്പെടുമ്പോൾ അത് നമ്മൾ ക്ഷമയോടെ സഹിക്കുമ്പോൾ ഈശോയുടെ പ്രത്യേക ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കുകയാണ്. അത് അപ്പോസ്തല പ്രവർത്തനം 5:38-39 പറയുന്നുണ്ട്, ദൈവത്തിൽ നിന്ന് തുടങ്ങിയത് എല്ലാം നിലനിൽക്കും. നമ്മളിൽ മാനസാന്തരത്തിലൂടെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തെ നമ്മൾ തുടങ്ങി വെച്ചതെങ്കിൽ അത് കർത്താവ് നിലനിർത്തിക്കൊണ്ട് പോകും. പിടിച്ചു നിൽക്കുവാനുള്ള ഒരു ശക്തി നമുക്ക് തരും. ഇപ്പോൾ അതുകൊണ്ടാണ് നമ്മളെപ്പോഴും അനുതാപം എടുക്കണം, മനസ്സാന്തരം നമ്മൾ എല്ലാ ദിവസവും നമ്മൾ സ്വീകരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈശോയിൽ ഉറച്ചു നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മളറിയാതെ ചെറിയ ചെറിയ പാപങ്ങൾ വന്ന് നമ്മളെ കീഴ്പ്പെടുത്തി നമ്മളിത് സാരമില്ല എന്ന് വെച്ച് നമ്മളറിയാതെ പല പാപത്തിലേക്ക് പോകും. അതുപോലെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ഡൗണായി പോകും. അതുകൊണ്ടാണ് എല്ലാ ദിവസവും നമ്മളെല്ലാ ദിവസവും അനുദപിക്കണം എന്ന് പറയുക. അപ്പോൾ ഇന്ന് കേട്ട വചനത്തെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ശുദ്ധ മനസ്സാക്ഷി പാലിക്കുവാനും ഈശോയുടെ സ്നേഹം യഥാർത്ഥത്തിൽ നമ്മളുടെ ഹൃദയത്തിൽ അനുഭവിച്ചവരായിട്ട് മാറുവാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെ ആകർഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുവാനും ഈശോയുടെ സ്വന്തമായി മാറുവാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈശോയുടെ ഈ തിരുവചനങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുവാൻ പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം. മറിയമാണ് കർത്താവിൻ്റെ വചനങ്ങളും
ദൈവിക രഹസ്യങ്ങളും എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഏറ്റവും നല്ല വൃക്ഷമായി മാറി ഏറ്റവും നല്ല ഹൃദയത്തിന് ഉടമയായി മാറിയത് ആ പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥം നമുക്ക് യാചിച്ചുകൊണ്ട് ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാവാൻ സർവീസിൻ്റെ പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ.